Dear students, very good morning. Basic numerical methods measures of skewness എന്ന ഒരു പുതിയ ഭാഗമാണ് നാം ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും അവസാനമായി നാം പഠിച്ചിട്ടുണ്ടായിരുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന ഭാഗത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരെയുള്ള വിവിധ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഏതൊക്കെയാണ് എന്ന് വളരെ ഡീറ്റെയിൽഡായി മനസ്സിലാക്കി അതിൻ്റെ തുടർച്ച എന്നോണമാണ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് നാം മനസ്സിലാക്കുന്നത്. എന്താണ് സ്ക്യൂനെസ്? സ്ക്യൂനെസ് refers to lack of symmetry or skewness denotes asymmetry. അപ്പോൾ സ്ക്യൂനെസ്സിനെ അറിയണമെങ്കിൽ, സ്ക്യൂനെസ് എന്ന കോൺസെപ്റ്റ് മനസ്സിലാകണമെങ്കിൽ സിമെട്രി എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വാട്ട് ഈസ് സിമെട്രി? സിമെട്രി എന്ന കോൺസെപ്റ്റ് നമുക്കിവിടെ ബട്ടർഫ്ലൈയുടെ ഒരു ചിത്രം കാണാം. ആ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ആ ടോട്ടാലിറ്റിയുടെ മിഡിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരഞ്ഞതായി കാണാം. ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇരുഭാഗത്തുള്ള ആ പോർഷൻസ് ഒന്ന് നിങ്ങൾ നന്നായി ഒബ്സർവ് ചെയ്തേ. ഇരുഭാഗവും ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എന്താണ് മനസ്സിലാകുന്നത്? ലെഫ്റ്റ് സൈഡ് ഈസ് പ്രൊപ്പോർഷനേറ്റ് ടു ദി റൈറ്റ് സൈഡ് എന്ന് കാണാം. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എല്ലാ രീതിയിലും ഒരേപോലെ തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും. ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ദി ടു പാർട്സ് ആർ ഐഡന്റിക്കൽ ഓർ ഈക്വൽ ഇൻ ഓൾ റെസ്പെക്ട്സ് എന്ന് കാണാം. ഈ ഒരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥാവിശേഷത്തെയാണ് നമ്മൾ സിമെട്രി എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിമെട്രി refers to the state of one part being proportionate to the another. ഓക്കെ, ഈ ഒരു സിമെട്രി എന്ന ആ ഒരു പ്രതിഭാസം, ആ ഒരു ഫിനോമിനൻ നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ കാണാൻ സാധിക്കുന്നുവെങ്കിൽ ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഈ സെൻറ്റർ പോയിന്റിലൂടെ വരഞ്ഞിട്ടുള്ള ഈ ലൈനിൻ്റെ ഇരുഭാഗവും നോക്കിയേ, ഒരേപോലെയാണല്ലോ ഉള്ളത്. അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ ഡിസ്ട്രിബ്യൂഷനെ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഈ സെൻറ്റർ പോയിന്റിലൂടെ വരഞ്ഞിട്ടുള്ള ഈ വരേണ്ടല്ല, ഈ സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത് ആവറേജാണ്. ഈ ഡിസ്ട്രിബ്യൂഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ആവറേജ് വാല്യൂവിനെയാണ് ഈ സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത്. ആ ആവറേജ് വാല്യൂ, ആ സെൻറ്റർ പോയിന്റ് അരിത്തമെറ്റിക് മീൻ മാത്രമല്ല, സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആകുന്ന സമയത്ത് ഈ അരിത്തമെറ്റിക് മീനും മോഡും മീഡിയനും മൂന്ന് പ്രധാനപ്പെട്ട ആവറേജസ് ഇവയെല്ലാം ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഇൻ വിച്ച് ഫ്രീക്വൻസീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഈവൺലി ഓൺ എയ്തർ സൈഡ് ഓഫ് ദി ആവറേജ്. ആവറേജിൻ്റെ ഇരുഭാഗങ്ങളിലുമായിട്ട് ഫ്രീക്വൻസി ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെയാണ് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഇൻ എ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ഈക്വൽ. ഓക്കെ, അതുപോലെ മറ്റൊന്ന് ഫ്രീക്വൻസീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഈവൺലി ഓൺ എയ്തർ സൈഡ് ഓഫ് ദി ആവറേജ്. അതുപോലെ മറ്റൊരു കാര്യം നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ കർവിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ ഫ്രീക്വൻസി കർവിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഒരു ബെൽ ഷേപ്ഡ് കർവായിരിക്കും. അപ്പോൾ ദി കർവ് ഓഫ് എ ഫ്രീക്വൻസി സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ബെൽ ഷേപ്ഡ് വൺ. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇൻ എ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ദി ക്വാർട്ടൈൽസ് ആർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം മീഡിയൻ. നമുക്കറിയാം ഒരു ഡിസ്ട്രിബ്യൂഷനിൽ 3 ക്വാർട്ടൈലാണ് ഉണ്ടാവുക. അതിൽ എക്സ്ട്രീം ക്വാർട്ടൈൽസ് ആയിട്ടുള്ള Q1ഉം Q3യും Q2 എന്ന മീഡിയൻ്റെ ഇരുഭാഗത്തായിട്ടുണ്ടാവും. ഈ ഇരുഭാഗത്തായിട്ടുള്ള Q1ഉം Q3യും Q2ൽ നിന്ന്, മീഡിയനിൽ നിന്ന് തുല്യ അകലത്തിലായിരിക്കും ഉണ്ടാവുക. അത്തരത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 പ്രധാന പ്രത്യേകതകൾ ഓർത്ത് വെക്കുക. അപ്പോൾ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ? അപ്പോൾ അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അഥവാ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ്? സിമെട്രിക്കൽ അല്ലാത്ത ഡിസ്ട്രിബ്യൂഷനെയാണ് അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇഫ് എ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോട്ട് അസിമെട്രിക്കൽ, ഇറ്റ് ഈസ് കോൾഡ് അസിമെട്രിക്കൽ ഓർ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ,
In other words, a skewed distribution is a distribution in which frequencies are not distributed evenly on either side of the average. അപ്പോൾ skewed distribution features എന്തൊക്കെയായിരിക്കും? 1. Frequencies are not distributed evenly on either side of the average. Second, the curve of a skewed distribution is not a bell-shaped one. Okay. Third feature, mean, median and mode are not equal. Fourth one, quartiles are not equidistant from median. Means Q3 minus Q2 not equal to Q2 minus Q1. Okay. These are the important features of skewed distribution. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഫ്രീക്വൻസി കേർവ് ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കുമെന്നും സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിൽ ഒരിക്കലും ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കില്ല എന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ ബെൽ ഷേപ്ഡ് അല്ലാത്ത കർവ് എങ്ങനെയൊക്കെ ആവാം എന്നതാണ് നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഒന്നുകിൽ ആ കർവിൻ്റെ ലോങ് ടെയിൽ എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിലായിരിക്കാം. അപ്പോൾ റൈറ്റ് സൈഡിൽ ലോങ് ടെയിൽ വരുന്നില്ല, ഒരു ഷോർട്ട് ടെയിൽ. അപ്പോൾ ലെഫ്റ്റും റൈറ്റും ഈക്വൽ അല്ലാതെ വരുന്നു. സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, സിമെട്രിക്കൽ അല്ല, അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ. അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഷോർട്ട് ടെയിൽ വരുന്നത്, റൈറ്റ് സൈഡിൽ ലോങ് ടെയിൽ വരിക. അപ്പോൾ ലെഫ്റ്റും റൈറ്റും ഒരേപോലെ അല്ലാതെ വരുന്നു. അപ്പോൾ ഇതും എന്താണ്? അസിമെട്രിക്കൽ അഥവാ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല. അപ്പോൾ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലാത്ത, അതായത് അസിമെട്രിക്കൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഈ രണ്ട് രൂപത്തിലായിരിക്കാം വരുന്നത്. അപ്പോൾ അതിലൊന്നിന് ലെഫ്റ്റ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇത് നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇൻ എ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ദി ലോങ് ടെയിൽ ഈസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ്. Okay, and there is a short tail on the right side. This is positively skewed distribution or right skewed distribution. In right skewed distribution, long tail is on the right side and short tail on the left side. Okay, അപ്പോൾ രണ്ട് തരത്തിൽ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ, അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ, മറ്റൊന്ന് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്കറിയാം സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ഈക്വൽ എന്ന് കണ്ടു. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിൽ ഇവ മൂന്നും വ്യത്യസ്ത വാല്യൂ ആയിരിക്കും, ഈക്വൽ അല്ല എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ആ മൂന്നും ഈക്വൽ അല്ല, വ്യത്യസ്തമായ വാല്യൂ ആണെങ്കിൽ ആ വാല്യൂസ് എങ്ങനെയൊക്കെ ആയിരിക്കും വരിക? നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിൽ മീൻ, ഈ മൂന്നെണ്ണത്തിൽ മീൻ ആയിരിക്കും ഏറ്റവും കുറവ്. അരിത്തമെറ്റിക് മീൻ ഇത് നോക്കൂ, ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. x ആക്സിസിൽ ഇവിടെ 0 മുതൽ ഇതാ ഇങ്ങോട്ട് വലതോട്ട് വരുന്ന സമയത്ത് ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെയായിരിക്കും അരിത്തമെറ്റിക് മീൻ. ഓക്കെ. അതിനേക്കാളും കൂടുതലായിരിക്കും മീഡിയൻ, ഏറ്റവും കൂടുതലായി അതായിരിക്കും മോഡായിരിക്കും. അപ്പം മൂന്നെണ്ണത്തിൽ ഈ മൂന്ന് വാല്യൂവിൽ മീൻ ഈസ് മിനിമം, മീൻ ഈസ് ലോവസ്റ്റ് and mode is highest in negatively skewed distribution, and median lies in between mean and mode. Okay, and in case of positively skewed distribution എന്താ അവസ്ഥ നോക്കൂ, മീനിൻ്റെ അവസ്ഥ എന്താ? മീൻ എവിടെയാണുള്ളത്? ഇവിടെയാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ്, ഈ മൂന്നെണ്ണത്തിൽ ഹയസ്റ്റ് എന്ന് പറയുന്ന മീനായിരിക്കും. ഇവിടെ 0, x ആക്സിസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, 0 ഇങ്ങനെ വന്നു, ഇവിടെയാണ് മീൻ ഉള്ളത്. മീൻ ഈസ് ഹയസ്റ്റ് among these three values, and mode is minimum, lowest among these three. മൂന്നെണ്ണത്തിൽ ഏറ്റവും കുറവ് മോഡാണ്, ഏറ്റവും കൂടുതൽ മീനുമാണ്. മീഡിയൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടിനും ഇടയിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇതാണ് ലെഫ്റ്റ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനും റൈറ്റ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ, രണ്ട് തരത്തിലുള്ള അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. രണ്ടിൻ്റെ ഒരു കമ്പാരിസൺ ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. ഈ മൂന്ന് വാല്യൂസിൽ മീൻ, മീഡിയൻ, മോഡിൽ മീൻ ഈസ് ദി ലോവസ്റ്റ് ഇൻ കേസ് ഓഫ് നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ, ബട്ട് ഇൻ കേസ് ഓഫ് in positively skewed distribution
Mean is the highest among these three. Okay. And in negatively skewed distribution, mode is the highest. Mode is the lowest in positively skewed distribution. Here negatively skewed distribution, median lies between mean and mode. In case of positively skewed distribution also, median lies between mean and mode. There is a long tail on left side in case of negatively skewed distribution, but in a positively skewed distribution, long tail is on the right side. In negatively skewed distribution, short tail is on right side, but in positively skewed distribution, short tail lies on the left side. Okay, in negatively skewed distribution, mean is less than median, less than mode, but in positively skewed distribution, mean is greater than median, greater than mode. Okay, and this is the comparison of negatively skewed and positively skewed distribution. Okay, then let us know the measures of skewness. എന്താണ് measures of skewness എന്ന് പറഞ്ഞാൽ? Skewness എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസിമെട്രിയാണ്. എസിമെട്രിയുടെ മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെട്രിയിൽ നിന്ന് എത്രത്തോളം വീഴ്ച വന്നിരിക്കുന്നു ഡിസ്ട്രിബ്യൂഷന്. സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനും അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള വ്യത്യാസത്തെ കാണിക്കുന്ന മെഷർ, അതിനെയാണ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. Measure of skewness is a numerical value which indicates the difference between the manner in which the items are distributed in a particular distribution in comparison with the symmetrical distribution. Okay, skewness can be measured in two ways, that is absolute measures of skewness and relative measures of skewness. The absolute measures are simply called measures of skewness, and relative measures of skewness are called coefficient of skewness. Okay, the measure of skewness of a symmetric distribution is always zero. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിമെട്രി ഇല്ല എന്ന്. അപ്പോൾ അസിമെട്രിയുടെ മെഷർ, അതായത് സ്ക്യൂനെസിന്റെ മെഷർ എല്ലായ്പ്പോഴും സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ സീറോ ആയിരിക്കും. ഓക്കെ, ഇനി സ്ക്യൂനെസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൽ നമുക്ക് കിട്ടുന്ന സ്ക്യൂനെസിന്റെ മെഷർമെന്റ്, ആ സ്ക്യൂനെസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും വാരീസ് ബിറ്റ്വീൻ +1 ആൻഡ് -1. +1നും -1നും ഇടയിലായിരിക്കും. ചില എക്സ്ട്രീം കേസിൽ അതിന് പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ കൂടെ പൊതുവെ +1നും -1നും ഇടയിലായിരിക്കും മെഷർ ഓഫ് സ്ക്യൂനെസ് നമുക്ക് ലഭിക്കുക. അപ്പോൾ +1 കിട്ടുകയാണെങ്കിൽ പ്ലസ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. മൈനസ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ആബ്സല്യൂട്ട് മെഷർ ഓഫ് സ്ക്യൂനെസ്സും റിലേറ്റീവ് മെഷർ ഓഫ് സ്ക്യൂനെസ്സും ഉണ്ടെന്ന് കണ്ടു. അതിൽ ആബ്സല്യൂട്ട് മെഷർ ഓഫ് സ്ക്യൂനെസ് എന്താണെന്ന് നോക്കാം. ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ഈ 3 വ്യത്യസ്ത രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ കണ്ടു അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ, മീഡിയൻ, മോഡ് ഇവ 3ഉം വ്യത്യസ്തമായിരിക്കുമെന്ന് നാം കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ 3 വാല്യൂസ് തമ്മിലുള്ള ആ ഡിഫറൻസ് പരിഗണിച്ചുകൊണ്ടാണ് ആബ്സല്യൂട്ട് മെഷർ ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ ഒരു ഫോർമുല എന്ന് പറയുന്നത് മീനും മോഡും ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലായ്പ്പോഴും ഒരു സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിൽ മീനും മോഡും 2 അറ്റത്തായിരിക്കും. മീഡിയൻ അതിൻ്റെ മിഡിലാണ് വരിക. അപ്പോൾ മീനും മോഡും തമ്മിലുള്ള ഡിഫറൻസ് പരിഗണിച്ചുകൊണ്ട് ഉള്ളതാണ് ഏറ്റവും പ്രധാനം. അസിമെട്രിയെ കാണിക്കുന്ന മെഷറിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മീനും മോഡും ഉപയോഗിക്കുക എന്നുള്ള. അപ്പോൾ ആബ്സല്യൂട്ട് മെഷർ ഓഫ് സ്ക്യൂനെസ് ഈസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ്. ഓക്കെ, രണ്ടാമത്തെ ഒരു മെഷർ മീനും മീഡിയനും ഉപയോഗിച്ചു കൊണ്ടുള്ളതാണ്. എന്താണ്? മീൻ മൈനസ് മീഡിയൻ. മീനും മീഡിയനും ഉപയോഗിച്ചു മീൻ മൈനസ് മീഡിയൻ. തേർഡ് ആബ്സല്യൂട്ട് മെഷർ ഓഫ് സ്ക്യൂനെസ് കാണാനുള്ള ഫോർമുല മീഡിയൻ മൈനസ് മോഡ്. അപ്പോൾ ഈ 3 വാല്യൂ തമ്മിലുള്ള 2 എടുത്തിട്ട്
ഡിഫറൻസ് എടുത്ത് കിട്ടുന്നത് എന്താണോ അതാണ് സ്ക്യൂനെസിൻ്റെ ആബ്സല്യൂട്ട് മെഷർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് സ്ക്യൂനെസ് എത്രത്തോളമാണ് എന്ന് രണ്ട് ഡിസ്ട്രിബ്യൂഷനിൽ സ്ക്യൂനെസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കമ്പയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പാരിസണിന് സഹായകരമാകുന്ന രീതിയിൽ റിലേറ്റീവ് മെഷർ ഓഫ് സ്ക്യൂനെസ് ആണ് നാം ഉപയോഗിക്കുക. അതിനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം? 4 വ്യത്യസ്ത രീതിയിൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാവുന്നതാണ്. പല സ്റ്റാറ്റിസ്റ്റിഷ്യൻസ് പല രീതിയിൽ അത് കണ്ടുപിടിക്കാമെന്ന് പല ഫോർമുല ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാൾ പിയേഴ്സൻ്റെതാണ്. അതാണ് ഞാൻ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. മറ്റൊന്ന് ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. തേർഡ് വൺ കെല്ലീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. ഫോർത്ത് ആൻഡ് ലാസ്റ്റ് വൺ മെഷർ ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൊമെന്റ്സ്. ഈ 4 കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാണാനുള്ള ഫോർമുല ഉപയോഗിച്ച് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാണേണ്ടത് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഈസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ഞാൻ നേരത്തെ ആബ്സല്യൂട്ട് മെഷറിൽ ആദ്യത്തത് മീൻ മൈനസ് മോഡായിരുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ്? മീനും മോഡും 2 അറ്റത്തായിരിക്കും, മീഡിയൻ അതിൻ്റെ മിഡിലാണ് വരുന്നത്. അപ്പോൾ മീനും മോഡും തമ്മിലുള്ള ഡിഫറൻസ് ഉപയോഗിച്ച് സ്ക്യൂനെസിൻ്റെ മെഷർ കാണുന്നതാണ് ഏറ്റവും ഉചിതം എന്നുള്ള രീതിയിലാണ് അതിനെ കാൾ പിയേഴ്സൺ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് മീനും മോഡും ഉപയോഗിച്ച് അത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത ശേഷം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. ഓക്കെ, അപ്പോൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഈസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ മോഡ് എന്ന് പറയുന്നത് ചില സമയത്ത് ഇൽ ഡിഫൈൻഡ് ആയിരിക്കും. ഇൽ ഡിഫൈൻഡ് ആകുന്ന സമയത്ത് മോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അപ്പം മോഡിന് പകരം ആ ഇൽ ഡിഫൈൻഡ് ആകുന്ന സമയത്ത് മോഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? 3 മീഡിയൻ മൈനസ് 2 മീൻ എന്നാണ്. ആ 3 മീഡിയൻ മൈനസ് 2 മീൻ എന്നുള്ള കാര്യം മോഡിൻ്റെ സ്ഥാനത്ത് അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോർമുല ഈ രീതിയിൽ വരും. 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് കിട്ടും. അപ്പോൾ ഇൽ ഡിഫൈൻഡ് മോഡ് വരുന്ന സമയത്ത് ഈ ഫോർമുല ഉപയോഗിക്കുക, അല്ലാത്ത സമയത്ത് മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് ഉപയോഗിക്കുക. ദിസ് ഈസ് ദി മോസ്റ്റ് പോപ്പുലർ ആൻഡ് വൈഡ്ലി യൂസ്ഡ് മെഷർ ഓഫ് സ്ക്യൂനെസ്. അതാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. ഇതിൽ കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കാനില്ല. മീനും മോഡും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ വാല്യൂസ് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കിട്ടും. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഓരോ കേസിലുള്ള ഓരോ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇൻഡിവിജ്വൽ സീരീസ് ആണ് ആദ്യം. ഇവിടെ മാർക്കാണ് തന്നിരിക്കുന്നത് 1, 4, 4, 5, 6. കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നു. നമുക്കറിയാം കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാണാനുള്ള ഫോർമുല എന്താ? അവിടെ നോക്കൂ, മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എക്സ് ബൈ എൻ ആണ്. സിഗ്മ എക്സ് ബൈ എൻ ഈസ് ഈക്വൽ ടു 4. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ബൈ ഒബ്സർവേഷൻ നമുക്ക് ആ വാല്യൂ എത്രയാണെന്ന് അറിയാം. ഇതാ നോക്കൂ, ഒന്ന് നോക്കൂ, 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. 4 എന്ന വാല്യൂ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. മോഡ് ഈസ് ഈക്വൽ ടു 4. പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ എന്നാണ്. അതാണ് എക്സ് മൈനസ് എക്സ് ബാർ. ഇതാണ് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇവിടെ ഡി എന്ന് കൊടുത്തിരിക്കുന്നത് ഡി സ്ക്വയർ. സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എസ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ ഈസ് ഈക്വൽ ടു 1.67 കിട്ടും. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് 0 കിട്ടി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എസിമെട്രിയുടെ മെഷർ 0 ആണ്, സ്ക്യൂനെസിന്റെ മെഷർ 0 ആണ്. അതുകൊണ്ട് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇതിൻ്റെ ഒരു ഗ്രാഫ് നിങ്ങൾ വരഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി കർവ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? അതൊരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. നമുക്ക് അടുത്ത ഡിസ്ക്രീറ്റ് സീരീസിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഡിസ്ക്രീറ്റ് സീരീസിലെ ഡാറ്റയാണ്.
നമുക്ക് മീനും മോഡും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചതാണ് നേരത്തെ. ഇവിടെ മീൻ വരിക 9 ആണ്, മോഡ് 9 ആണ് വരുന്നത്. നമുക്ക് ഹയസ്റ്റ് ഫ്രീക്വൻസി 13 ആണ്, 13ന്റെ വാല്യൂ 9 ആണ്, മോഡ് 9 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചാൽ 1.61 വരും. ഇവിടെയും കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് 0 ആണ്. അതിനർത്ഥം എന്താണ്? ഈ ഡിസ്ട്രിബ്യൂഷനും സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ല, അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല. അതുകൊണ്ടാണ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് 0 ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി കണ്ടിന്യൂസ് സീരീസിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ് കാണേണ്ടത്. ഫോർമുല നമുക്കറിയാം. ഈ മീനും മോഡും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടിന്യൂസ് സീരീസിൽ കണ്ടുപിടിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. ഒന്ന് വാല്യൂ കണ്ടുപിടിച്ച ശേഷം ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. എക്സ് ബാർ 33.6 ആണ്. മോഡ് ഇവിടെ മോഡൽ ക്ലാസ് കിട്ടി. മോഡ് കാണാനുള്ള ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നു. L plus delta 1 by delta 1 plus delta 2 into y. അപ്പോൾ നമുക്ക് 35.56 കിട്ടുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12.33 കിട്ടുന്നു. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എത്ര കിട്ടിയിരിക്കുന്നത്? -0.159 എന്ന് കിട്ടുന്നു. ഇതിനർത്ഥം എന്താണ്? സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിന്റെ മൈനസ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇതിനർത്ഥം? ലെഫ്റ്റ് ടെയിൽ ഈസ് ലോങ്. ദർ ഈസ് എ ലോങ് ലെഫ്റ്റ് ടെയിൽ ഇൻ ദിസ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് അവിടെ അവസാനിപ്പിക്കാം. രണ്ടാമത് എന്തായിരുന്നു നമ്മൾ പഠിച്ച? ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. ബൗളി കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാണാനുള്ള ഫോർമുല ഡിസൈൻ ചെയ്തത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ക്വാർട്ടൈൽസ് ആണ്. ക്വാർട്ടൈൽസ് ഉപയോഗിച്ച് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാവുന്നതാണ്. കാരണം ബൗളി മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, ഇൻ എ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ക്വാർട്ടൈൽസ് ആർ ഈക്വിഡിസ്റ്റന്റ് ഫ്രം മീഡിയൻ. അതുപോലെ അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ക്വാർട്ടൈൽസ് ആർ നോട്ട് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം മീഡിയൻ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്വാർട്ടൈൽസ് ഈക്വൽ ഡിസ്റ്റൻസിൽ അല്ല എങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസിലുള്ള ഡിഫറൻസ് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്ക്യൂനെസിന്റെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. ആ രീതിയിലാണ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാണാനുള്ള ഫോർമുല ബൗളി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ഫോർമുല? Q3 plus Q1 minus 2 median. മീഡിയൻ എന്ന് പറഞ്ഞാൽ Q2. Q3 plus Q1 minus 2 median divided by Q3 minus Q1. അങ്ങനെ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാവുന്നതാണ് എന്ന് ബൗളി പറയുന്നു. നമുക്ക് ക്വാർട്ടൈൽസ് കണ്ടുപിടിക്കുന്ന ഇൻഡിവിജ്വൽ ഡിസ്ക്രീറ്റ് കണ്ടിന്യൂസ് സീരീസുകളിൽ ക്വാർട്ടൈൽസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും മനസ്സിലാക്കിയതാണ്. ജസ്റ്റ് ആ വാല്യൂ കണ്ടുപിടിക്കുക, ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കിട്ടും. ഓക്കെ, ഇതൊരു ഇൻഡിവിജ്വൽ സീരീസ് ആണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, ഇവിടെ റോൾ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. 7 പേരുടെ മാർക്കാണിത്, അല്ലാതെ ഇത് ഡിസ്ക്രീറ്റ് സീരീസ് അല്ല. റോൾ നമ്പർ കൊടുത്തിരിക്കുന്നതെന്ന് മാത്രം. 7 ആളുടെ മാർക്കാണ് തന്നിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ആണ്. ഇവിടെ നമുക്കറിയാം വാല്യൂസ് മസ്റ്റ് ബി അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ക്വാർട്ടൈൽസ് കാണണമെങ്കിൽ മീഡിയനും അതുപോലെ Q1 Q2 ഒക്കെ കാണണം, Q3 ഒക്കെ കാണണമെങ്കിൽ വാല്യൂസ് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഇവിടെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. Q1 4 ആണ്, Q3 17 ആണ്, മീഡിയൻ എന്ന Q2 9 ആണ്. അപ്പോൾ കോഎഫിഷ്യന്റ് ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കിട്ടിയിരിക്കുന്നത് +0.231. ഇത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ദർ ഈസ് എ ലോങ് ടെയിൽ ഓൺ ദി റൈറ്റ് സൈഡ്. ഓക്കെ, ഇതൊരു ഡിസ്ക്രീറ്റ് സീരീസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കുക. Q3 കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് 0.33 ആണ് വരുന്നത്. ഇതും പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. കണ്ടിന്യൂസ് സീരീസിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളത് ചെയ്ത് മനസ്സിലാക്കുക. Q1 Q2 Q3 ഒക്കെ വാല്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എത്രയാണ് വരുന്നത്? -0.02 ആണ്. ഇവിടെ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വ്യത്യസ്ത കേസിൽ ഇൻഡിവിജ്വൽ ആയാലും ഡിസ്ക്രീറ്റ് സീരീസ് ആയാലും അതുപോലെ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്,
ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കുന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തത് എന്തായിരുന്നു? കെല്ലീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. കെല്ലീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കെല്ലി എന്ന് പറയുന്ന പ്രൊഫസർ കെല്ലിയാണ് ഇത് ഡിസൈൻ ചെയ്തത്. അക്കോർഡിംഗ് ടു പ്രൊഫസർ കെല്ലി, കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഡീസൈൽസ് ആൻഡ് പെർസെൻറ്റൈൽസ് എന്നാണ്. ഡീസൈൽസും പെർസെൻറ്റൈൽസും ഉപയോഗിച്ചുകൊണ്ട് രണ്ട് രീതിയിൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാമെന്ന് കെല്ലി പറയുന്നു. കെല്ലി സജസ്റ്റ് ചെയ്യുന്ന ഫോർമുല എന്താ? d1 പ്ലസ് d9 മൈനസ് 2 മീഡിയൻ ഡിവൈഡഡ് ബൈ d9 മൈനസ് d1 എന്നാണ്. അതായത് d1 d9 മൈനസ് 2 മീഡിയൻ. 2 മീഡിയൻ എന്ന് പറഞ്ഞാൽ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഡീസൈലിൽ 5th ഡീസൈലാണ്, d5 ആണ് മീഡിയൻ. ഓക്കെ, അപ്പോൾ ഡീസൈൽ ഉപയോഗിച്ചുകൊണ്ട് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കുന്നു. കെല്ലി പറയുന്നു d1 എന്ന് പറയുന്നത് പെർസെൻറ്റൈലിൽ P10 തുല്യമാണ്, അതുപോലെ d9 എന്ന് പറയുന്നത് P90 തുല്യമാണ്. അപ്പോൾ പെർസെൻറ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. അതിൻ്റെ ഫോർമുല എന്താ വരിക? P10 പ്ലസ് P90 മൈനസ് 2 മീഡിയൻ ഡിവൈഡഡ് ബൈ P90 മൈനസ് P10. അപ്പോൾ ഇവിടെ 2 മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റൈലിൽ P90 ആണ്, സോറി P50 ആണെന്ന് നമുക്കറിയാം. P50 ഈസ് ഈക്വൽ ടു മീഡിയൻ. അപ്പോൾ പെർസെൻറ്റൈൽ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എന്ത് കണ്ടുപിടിക്കാവുന്നതാണ്? കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കുക. ഈ രണ്ട് വ്യത്യസ്ത ഫോർമുല ഉപയോഗിച്ചും കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാമെന്ന് സജസ്റ്റ് ചെയ്യുന്നത് കെല്ലിയാണ്. അപ്പോൾ ഡീസൈലും പെർസെൻറ്റൈൽസും കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ് സീരീസുകളിൽ പഠിച്ചു. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് ഒന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം ഞാൻ തരുന്നു. നോക്കുക, കണ്ടിന്യൂസ് സീരീസിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇൻഡിവിജ്വലും ഡിസ്ക്രീറ്റും നമ്മൾ സമയം പാഴാക്കാതിരിക്കാൻ വേണ്ടി ഒഴിവാക്കിയിരിക്കുകയാണ്. നിങ്ങൾ 1-2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഇവിടെ കണ്ടിന്യൂസ് സീരീസിലുള്ളൊരു ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. കണ്ടിന്യൂസ് സീരീസിൽ ഡീസൈൽസ് കാണേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ആ ഡീസൈൽസ് കണ്ടുപിടിച്ച് പ്രോബ്ലം ചെയ്യുക, ആൻസർ കിട്ടും 0.082 എന്ന്. അതുപോലെ തന്നെ പെർസെൻറ്റൈൽസ് ഉപയോഗിച്ചുകൊണ്ടും ഉള്ള ഫോർമുല ഉപയോഗിച്ചും കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാൻ നോക്കുക. രണ്ടും കിട്ടുന്ന ആൻസർ 0.082 അല്ലേ എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് സ്ക്യൂനെസ് എന്നും സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് എന്താണെന്നും രണ്ട് തരത്തിലുള്ള സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നും മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്സിലെ ആബ്സല്യൂട്ട്, റിലേറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എങ്ങനെയാണ് 4 വ്യത്യസ്ത ഫോർമുല ഉപയോഗിച്ച് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാണാമെന്ന് കണ്ടു കഴിഞ്ഞു. അതിൽ ആദ്യത്തെ 3 എന്ന് പറഞ്ഞാൽ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സും ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സും കെല്ലീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സും ആണ് നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചത്. അവസാനത്തത് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൊമെന്റ്സ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. ഇന്ന് ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.